CB രതീഷ് CPI ഏരിയ സെക്രട്ടറിയാണ്. ഓ പറ. തിരുവാങ്ങാടി ലോക്കൽ സെക്രട്ടറി വിളിച്ചിരുന്നില്ലായിരുന്നോ? അതെ വിളിച്ചിരുന്നു. വിളിച്ചിരുന്നു. അത് പാസ് ഉള്ളതാണെന്ന് പറഞ്ഞു. അവര് പാസ് ഇല്ലാത്ത വണ്ടിയാണ്. അവര് വിളിച്ച് പാസ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. പാസ് ഇല്ലാത്ത വണ്ടിയാണ്, അതുകൊണ്ടാണ് പിടിച്ചത്. അത് എന്താ ചെയ്യാൻ പറ്റുന്നേ? നമ്മൾ ഓൾറെഡി അത് കൊടുത്തു കഴിഞ്ഞത്. വണ്ടി ഉച്ചയ്ക്ക് പിടിച്ചതാണ്, നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതെ, മെയിൽ ചെയ്തു, എന്റെ ഡീറ്റെയിൽസ് ഒക്കെ മെയിൽ ചെയ്തിട്ടുണ്ട്. അതല്ല, അടി പാസ് ഇല്ലാന്നുള്ള ഉറപ്പാണല്ലേ? പാസ് ഇല്ലാത്തോണ്ടാണ് പിടിച്ചത്, അല്ലാതെ വേറെ കാരണമൊന്നുമില്ല പിടിക്കാൻ. രാവിലെ 9:50 എടുക്കുന്ന വണ്ടി 1:30 മണിയായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? അതാണ് സംഭവം. അതുകൊണ്ടാണ് ഞാനപ്പോ ചോദിച്ചപ്പോ ഡ്രൈവർ പറഞ്ഞത് രണ്ടാമത്തെ വണ്ടി ലോഡാണെന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ രണ്ടാമത്തെ ലോഡിന്റെ പാസ് എവിടെ? അത് ഈ ഒരു പാസേ ഉള്ളൂ. അതുകൊണ്ടാണ് വണ്ടി ഞങ്ങൾ സ്റ്റേഷനോട്ട് മാറ്റിയത്. കൊണ്ടാണ്, അതാണ് അതിന്റെ കാരണം. മനസ്സിലായില്ലേ? സമാധാനം പറയേണ്ടി വരും കേട്ടോ. ഞാൻ പറഞ്ഞോളാം കേട്ടോ, ഞാൻ വെരിഫൈ ചെയ്തിട്ട് പറഞ്ഞോളാം. പാസ് കൂടാതെ മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഏതാ? നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ, നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ ഒരുപാട് വണ്ടി പിടിച്ചു. മനസ്സിലായില്ലേ? നിങ്ങൾ എല്ലാവരോടും സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ. പാസ് ഇല്ലാത്ത കൊണ്ടാണ് പറഞ്ഞത് സുഹൃത്തെ, പാസ് ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് വെക്കുകയാണെങ്കിൽ ഞാനത് വെരിഫൈ ചെയ്തിട്ട് എന്താണെന്ന് നോക്കിട്ട് നിങ്ങൾ തന്ന ഈ പാസല്ലേ, ഞാനത് അയാൾ തന്ന പാസ് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് വെരിഫൈ ചെയ്ത് നോക്കട്ടെ. അതിന് എന്താണ് അതിന്റെ ജെന്യൂനിറ്റി നോക്കിയിട്ട് അത് ചെയ്യും. മനസ്സിലായില്ലേ? അയാൾ ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ മാന്യതമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് എനിക്ക് എന്റെ വിഷയമല്ല. അതിന്റെ കൃത്യമായിട്ട് ഞാൻ മറുപടി എടുത്തിരിക്കും കേട്ടോ. പ്രതീക്ഷിക്കാൻ നിങ്ങളെ എല്ലാ ഉദ്യോഗസ്ഥരെയും കാണുമ്പോൾ നിങ്ങൾ കാണരുത്. പറയാൻ മനസ്സിലായില്ലേ? എല്ലാ ഉദ്യോഗസ്ഥരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ അറിയാതിരിക്കും. എല്ലാവരും അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം. ഇത് ആർക്കും സംശയം തോന്നൂല. കാരണം 9:50 എടുക്കുന്ന വണ്ടി 1:30 മണിക്ക് രാമംഗലത്ത് വരേണ്ട കാര്യമില്ല. അല്ല, ഞാൻ പറവൂര് പോയിട്ട് രണ്ടാമത് രാമംഗലത്ത് ലോഡ് കയറ്റി വരാനും പറ്റില്ല. പറവൂര് പോയിട്ട് രണ്ടാമത് ലോഡ് കയറ്റി വരാനും പറ്റില്ല. രണ്ടാമത് എന്താ പറ്റാതെന്താ? പറവൂര് പോയിട്ട് വരാൻ പറ്റാതെന്താ? നിങ്ങളുടെ ഡ്രൈവർ അയാൾ തന്നെയല്ലേ അങ്ങനെ സമ്മതിച്ചത്? അയാൾ തന്നെ പറഞ്ഞല്ലോ സെക്കൻഡ് ലോഡാണെന്ന്. വണ്ടിയുടെ ഡ്രൈവർ സമ്മതിക്കല്ലേ, നിങ്ങൾ സമ്മതിക്കുന്നില്ലേ എന്നല്ലേ ഉള്ളൂ. വണ്ടിയുടെ ഡ്രൈവർ സമ്മതിക്കുന്നുണ്ടല്ലോ. നോക്കട്ടെ, എന്താണെന്ന് വെരിഫൈ ചെയ്ത് നോക്കട്ടെ. അയാൾ തന്നെ സമ്മതിച്ചോണ്ടല്ലേ വണ്ടി പിടിച്ചത്. അയാൾ തന്നെയല്ലേ സമ്മതിച്ചത്, വണ്ടിയുടെ ഡ്രൈവർ തന്നെയല്ലേ സമ്മതിച്ചത് രണ്ടാമത്തെ ലോഡാണെന്ന്. അയാൾ എന്നോട് അങ്ങനെയാ പറഞ്ഞത്. ഞാനും ഉണ്ടായിരുന്നു, ഡ്രൈവറും ഉണ്ടായിരുന്നു. രണ്ടുപേരും കേട്ടതുകൊണ്ടാണ് അയാളെ വണ്ടി വെരിഫൈ ചെയ്യാനായിട്ട് വണ്ടി എടുത്തത്. നോക്കട്ടെ കേട്ടോ, ഞാൻ അത് ഞാൻ കൊടുത്തോളാം. ഓക്കെ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.